ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്? നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് ഫീലിങ്സിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്? ഓക്കെ, അവർ ഇപ്പോൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻ എന്താണ്? അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ? ഓക്കെ, നിങ്ങളോടുള്ള അവരുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ നിങ്ങളിലേക്ക് കടന്നു വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും അവസാനിപ്പിച്ച് ഒരു ന്യൂ ബിഗിനിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾ അകന്നുപോയ വ്യക്തികളാണെങ്കിൽ, അവർ നിങ്ങളിലേക്ക് തന്നെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർ ഹിഡനാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സൈലന്റ് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിലും അവർക്ക് നിങ്ങളോട് മിണ്ടണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളിലേക്ക് കടന്നു വരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? അവരുടെ കറണ്ട് സിറ്റുവേഷൻ അവർ ഒരുപാട് മിസ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ അവർക്കൊന്നും ഒരു ആക്ഷനും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർക്ക് ഉള്ളത്. റിലേഷൻഷിപ്പ് ബേസിലാണെങ്കിലും അല്ലെങ്കിൽ തന്നെ അവരുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും അവർ ഒരുപാട് വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു തൃപ്തമല്ലാത്ത ജീവിതത്തിലൂടെയാണ് അവിടെ കടന്നു പോകുന്നത്. അത് റിലേഷൻ ബേസിലാണെങ്കിലും ശരി തന്നെ, അവരുടെ സാമ്പത്തികപരമായിട്ടാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അവർ ഒരുപാട് ആൻസൈറ്റി, ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അവർ നിങ്ങളോട് ചെയ്ത കർമ്മ അവർ ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ അവർ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട്. റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നോക്കിയതിൽ ഇവിടെ അവർക്ക് റീയൂണിയൻ അവർ നല്ല രീതിയിൽ തന്നെ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് വേണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കമ്മിറ്റ്മെൻറ്റ് വേണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ ചില വ്യക്തികളാൽ, തേർഡ് പാർട്ടീസിനാൽ അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു ഡാർക്ക് എനർജിയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ അഡിക്ഷനുകൾ, അവരുടെ ഓവർ തിങ്കിങ്ങുകൾ അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഒരുപാട് പെയിൻ സിറ്റുവേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെയും അവരുടെ ഇടയിൽ ചില വ്യക്തികൾ മനഃപൂർവ്വമായിട്ട് കടന്നു കയറി നിങ്ങളെ വേദനിപ്പിച്ചിരിക്കുന്ന സിറ്റുവേഷനുണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷനുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിലേക്ക് വരുന്നതിനുള്ള വഴികൾ അടഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ചില തേർഡ് പാർട്ടികൾ അവരുടെ ജീവിതത്തിൽ ഉള്ളതായി കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും അവരെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്ന എന്തൊക്കെയോ സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് അവർക്ക് റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും.